രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി ഹാരിസ് ബീരാൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. VD സതീശൻ, PK കുഞ്ഞാലിക്കുട്ടി, രമേശ് ചെന്നിത്തല തുടങ്ങിയ മുതിർന്ന നേതാക്കൾക്കൊപ്പം എത്തിയാണ് പത്രിക നൽകിയത്. KMCC ദില്ലി ഘടകം നേതാവും സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനുമാണ് ഹാരിസ് ബീരാൻ. അൽ അമീൻ ഉണ്ട് വിവരങ്ങളുമായി. അമീൻ, എപ്പോഴാണ് നിയമസഭാ സെക്രട്ടേറിയറ്റിലെത്തി പത്രിക സമർപ്പിച്ചത്? ബിനിലെ രാജ്യസഭാ സീറ്റിലേക്ക് ഒഴിവുവരുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നുള്ള പ്രതിനിധികളിൽ ആദ്യമായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് UDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഹാരിസ് ബീരാനാണ്. ഇന്നുച്ചയ്ക്ക് 2:30 നിയമസഭാ സെക്രട്ടേറിയറ്റിലെ നിയമസഭാ സെക്രട്ടറിയുടെ ഓഫീസിലെത്തി അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ഇന്നലെയായിരുന്നു അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചുകൊണ്ടുള്ള മുസ്ലിം ലീഗ് നേതൃത്വത്തിൻ്റെ പ്രഖ്യാപനം. അതിന് പിന്നാലെ നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്നായിരുന്നു ആദ്യം അറിയിച്ചിരുന്നത്. എന്നാൽ ഇന്നുച്ചയ്ക്ക് 2:30 പ്രതിപക്ഷ നേതാവിൻ്റെയും അതുപോലെ തന്നെ ലീഗ്, കോൺഗ്രസ്, UDFിൻ്റെ മറ്റു ഘടക നേതാക്കളുടെയൊക്കെ സാന്നിധ്യത്തിൽ അവരോടൊപ്പം എത്തിയാണ് ഹാരിസ് ബീരാൻ പത്രിക സമർപ്പിച്ചത്. അതിനുശേഷം അദ്ദേഹം പ്രതികരിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തം അത് പാർലമെന്റിൽ, രാജ്യസഭയിൽ മതേതരത്വം സംരക്ഷിക്കുന്നതിന്, ഭരണഘടനയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ തന്റെ പങ്ക് വഹിക്കാൻ വേണ്ടിയാണ്. അത്തരമൊരു നേതൃത്വം ഏൽപ്പിച്ചതിന് ലീഗ് നേതൃത്വത്തോടും തങ്ങളോടും അതുപോലെ തന്നെ UDF നേതൃത്വത്തോടും നന്ദി പറഞ്ഞുകൊണ്ടാണ് ഹാരിസ് ബീരാൻ പ്രതികരണം നടത്തിയത്. എന്ന് മാത്രമല്ല, പാർലമെന്റ്, ലോക്സഭയിൽ ഒരു നിയമം പാസ്സാകുമ്പോൾ സ്വാഭാവികമായും അതിന്റെ പരിശോധനകളും മറ്റും രാജ്യസഭയിലും നടക്കും. അവിടേക്ക് വരുമ്പോൾ തങ്ങളെ കൊണ്ട് കഴിയുന്ന പങ്ക് അതിൽ നിർവഹിക്കാൻ വേണ്ടിയുള്ള ഒരു ദൗത്യമായിട്ടാണ് പുതിയ നിയോഗത്തെ കാണുന്നത് എന്നൊരു പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്. ഏതായാലും ഡൽഹി കേന്ദ്രീകരിച്ച് കാലങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഹാരിസ് ബീരാൻ അദ്ദേഹം ഇപ്പോൾ പാർലമെന്ററി രംഗത്തേക്ക് കൂടി കടക്കുന്നു എന്നുള്ളതാണ്. കേരളത്തിൽ നിന്നുള്ള മറ്റു പ്രതിനിധികൾ വൈകാതെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും ചെയ്യും. ആദ്യമായി ഇന്ന് 2:30 ഹാരിസ് ബീരാൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു. ഓക്കെ, അല്ലമീനാണ് വിവരങ്ങൾ നൽകിയത്.